ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഐറ്റം ഇതാണ് ഹോണർ മാജിക് പാഡ് 2. അപ്പോൾ സംഭവം ഇത് ഇറങ്ങിയിട്ട് റിലീസായിട്ട് ഏകദേശം ഒരു 9 months ആയി. ബട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. ഒരു 2 to 3 weeks ആയിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു ടെക് റിവ്യൂ ഒന്നല്ല, ജസ്റ്റ് ഒരു യൂസർ, അതായത് നമ്മൾ ഒരു നോർമൽ യൂസർ എങ്ങനെയാണ് ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. ഇതാണ് അപ്പോൾ ഹോണറിൻ്റെ മാജിക് പാഡ് 2. അപ്പോൾ ഇത് സാധാരണ ഒരു ആളിന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ ഹോണർ മാജിക് പാഡ് 2-ലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പെർഫോമൻസ് തരുന്ന സ്നാപ്ഡ്രാഗൺ 8s Gen 3 ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു 12GB 256 വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോണർ മാജിക് പാഡ് 2 വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കീബോർഡ് പ്ലസ് ഇതിൻ്റെ സ്റ്റൈലസ് പെൻ കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പം നമ്മൾ മറ്റ് ബ്രാൻഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഇപ്പോൾ സാംസങ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിന് കൂടുതൽ എമൗണ്ട് കൊടുക്കണം, പ്ലസ് സ്റ്റൈലസ് മാത്രമാണ് കിട്ടുന്നത്. നമ്മൾ കീബോർഡ് സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഷവോമിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എല്ലാം വാങ്ങിക്കണം. ഐപാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതിൻ്റേതായ ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്കൊരു നോർമൽ ഒരു രീതിയിലുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ ഒരു ഹോണർ മാജിക് പാഡ് 2. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 12.3 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പാനൽ വരുന്നത് OLED പാനലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. പിന്നെ 1600 nits ആണ് ഇതിൽ വരുന്നത്. പിന്നെ 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല സ്മൂത്തായിട്ട് എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി. അപ്പോൾ ബാക്ക് ക്യാമറ വരുന്നത് 30 MP, പിന്നെ ഫ്രണ്ട് വരുന്നത് 9 MP. അപ്പോൾ മെയിൻലി നമുക്കിപ്പോൾ ഇത് വീഡിയോ കോൾ ചെയ്യാൻ, ഡോക്യുമെൻറ്റ്സ് PDF ഒക്കെ ആക്കാനായിട്ട് ഇത് വളരെ നല്ലൊരു ക്യാമറയാണ്. നമുക്ക് പുറത്ത് പോയിട്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് അത്രയും വേർത്തല്ല. ബട്ട് ഇതിപ്പോൾ ആഡ് കൊണ്ട് ഇപ്പം നമ്മൾ ആരും ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ബാക്ക് ക്യാമറയിൽ നമുക്ക് 1080p 30 FPS പിന്നെ 4K 30 FPS സപ്പോർട്ട് ചെയ്യും. ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS 720p 1080p ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. സ്ക്രീൻ നമുക്ക് OLED ആണെന്നറിയാം. അപ്പോൾ ഇതിനെ പക്ഷെ ഒരു ചെറിയൊരു മാറ്റ് ഫിനിഷ് കാണാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, ഞാൻ മാറ്റ് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതാണ് ഡിഫറൻസാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ഒരു ഇമ്പാക്റ്റ് കിട്ടും. പിന്നെ ഇത് വരുന്നത് 2 കളർ വേരിയൻസ് ആണ്. ഒന്ന് ബ്ലാക്ക്, പിന്നെ ഒന്ന് മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞ കളർ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞൊരു കളർ വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തരുന്നുണ്ട് അവർ. അപ്പോൾ അഡാപ്റ്ററും കേബിളും ബോക്സിൽ തന്നെ അവൈലബിൾ ആണ്. പവർ ഡെലിവറി ചാർജർ അല്ല, Type A to Type C ചാർജിങ് ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് Android 14 ആണ്. നമുക്കത് Android 15 അപ്ഗ്രേഡ് ചെയ്യാം. മാജിക് OS 9 ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. കുറച്ച് AI ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ AI ഔട്ട് പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഒക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് AI യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ റേഷ്യോ ഒക്കെ ആക്കണമെങ്കിൽ ജസ്റ്റ് ഔട്ട്പുട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് തരും. പിന്നെ വരുന്ന ഒരു ഫീച്ചറാണ് AI ഇറേസർ. അതൊക്കെ ഇപ്പോൾ നമ്മൾ നോർമൽ എല്ലാ ഇതിലും വരുന്നതാണ് AIയുടെ. നമുക്കിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ എന്താണെന്നുള്ള ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്ത് തരും. പിന്നെ ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഗെയിം കളിക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഗെയിമൊക്കെ കളിക്കാം. പിന്നെ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ സൗണ്ട് ഇതിൽ പിന്നെ വരുന്നത് 8 സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കിടിലൻ ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു നോൺ കോപ്പി റൈറ്റ് സോങ് ഒരെണ്ണം പ്ലേ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതിൽ നമുക്ക് CapCut ലൈറ്റ് റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ മൊബൈലിൽ എങ്ങനെയാണോ CapCut കിട്ടുന്നത് അതേ രീതിയിലാണ് നമുക്ക് കുറച്ച് വൈഡ് സ്ക്രീനിൽ CapCut യൂസ് ചെയ്യാം. പക്ഷേ അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇതായിട്ട് നമുക്ക് ക്രിസ്പായിട്ട്
ഉള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സുഖമായിരിക്കും. കൈകൊണ്ടിരുന്ന് ചെയ്യേണ്ട നമുക്ക് സ്റ്റൈലസ് പെൻ യൂസ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് UAE നിന്നാണ്, ദുബായിൽ നിന്നാണ് വാങ്ങിച്ചത്. ദുബായിൽ ഇപ്പോൾ നമ്മ മാർക്കറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് 2100 ദിറംസ്, 2000 ദിറംസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഡിഫറെൻറ്റ് സ്റ്റോഴ്സിലുള്ളത്. പക്ഷേ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂൺ, അതുപോലെ തന്നെ ആമസോൺ, നമ്മൾ ഓൺലൈൻ മാർക്കറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 1750 ആ റേഞ്ചിൽ നമുക്ക് ദുബായിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പം ഞാനിത് വാങ്ങിച്ചപ്പോൾ എനിക്ക് 1750 ഒരു 100 ദിറംസിൻ്റെ ഒരു വൗച്ചർ കാർഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറൗണ്ട് 1650ക്കാണ് എനിക്ക് 3ഉം കിട്ടിയത്. അതായത് കീബോർഡ്, ടാബ് പ്ലസ് സ്റ്റൈലസ് പെൻ എല്ലാം കൂടി കിട്ടിയത് 1650ക്കാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ വെർത്തായിട്ടുള്ളൊരു ടാബ്ലറ്റ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്കും ഇതുപോലെ സെയിം ഹോണർ മാജിക് പാഡ് 2 വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നൂൺ അല്ലെങ്കിൽ ആമസോൺ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ എന്തെങ്കിലും ഇതിന് ഹോണർ മാജിക് പാഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ അയക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ, സീ യു.